സർക്കാർ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചതോടെ കാസർകോട്ടെ ചെങ്കറ പുനരധിവാസ പദ്ധതി താളം തെറ്റി. പെരിയ വില്ലേജിൽ അനുവദിച്ച ഭൂമി പതിച്ചു നൽകാതെയും കൃഷിക്കും വാസയോഗ്യമല്ലാത്തതുമായ പ്രദേശം സർക്കാർ നൽകിയെന്നുമാണ് ആരോപണം. അടിസ്ഥാന സൗകര്യക്കുറവിനെ തുടർന്ന് ഗുണഭോക്താക്കൾ ഭൂരിഭാഗവും സ്ഥലം ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ്. അത്യാവശ്യം ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഭൂമിയാണ് വേണ്ടത്. ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഞങ്ങളുടെ 126 ഏക്കർ ഭൂമി ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള നല്ല ഭൂമിയുണ്ട്. ഞങ്ങൾക്ക് ആ ഭൂമി ഞങ്ങൾക്ക് അത്യാവശ്യം അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. വേറെ ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളുടെ ആ ഭൂമി തന്നാൽ ഞങ്ങൾ വീട് വെക്കുക, അതൊക്കെ പിന്നത്തെ കാര്യം. വീട് വെക്കാതെ ഞങ്ങൾ അതിന് അയ്യത്ത് കിടന്നോളാം. ഞങ്ങളുടെ ആ ഭൂമി ഞങ്ങൾക്ക് ആദ്യം തന്നേച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ നാട്ടിൽ വന്നു നമ്മൾ കഴിച്ചോ കുടിക്കാൻ ചോദിക്കാനൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കാനുണ്ടോ? ഈ നാട്ടിലൊരു മനുഷ്യൻ ഞങ്ങൾ അന്യനാട്ടിൽ നിന്ന് വന്നവരാ. എൻ്റെ ഈ സാറ് മാത്രമുണ്ട്. എനിക്ക് വയ്യാതെ വരുമ്പോൾ എനിക്ക് കാശ് തരും. വീട്ടിൽ ചെന്ന് ആഹാരം ഇപ്പോഴും കണ്ട് പറയാം, കാല് വയ്യെങ്കിൽ വണ്ടിയും കൊണ്ടുവരാം, വീട്ടിൽ പോയി ആഹാരം കഴിക്കാൻ പറയുന്നുണ്ട്. ആ പൈസ ഇല്ലെങ്കിൽ എനിക്ക് പൈസ തരും. നാട്ടിൽ പോകാനൊക്കെ എനിക്ക് പൈസ തരും. അങ്ങനെയൊക്കെ എന്നെ സഹായിക്കാൻ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്തുണ്ട്. ജോസഫ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 2010-ലാണ് 85 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും അനുവദിച്ച് സർക്കാർ ഉത്തരവ് ഇറക്കിയത്. അതായത് ചെങ്ങറ ഭൂസമരത്തിന്റെ പാക്കേജാണ് ഈ കാസർഗോഡ് ചെമ്പ്രക്കാനത്ത് ഇത്തരത്തിൽ ചെമ്പ്രക്കാനത്ത് സ്ഥാപിക്കുന്ന വഴി സർക്കാർ ലക്ഷ്യമിട്ടത്. പക്ഷേ പദ്ധതി താളം തെറ്റിയ നിലയിലാണ് നിലവിലുള്ളത്. കാരണം 85 കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ വീടും സ്ഥലവും നൽകുമെന്നായിരുന്നു ഈ പാക്കേജിലുണ്ടായിരുന്നു. പക്ഷേ വാസയോഗ്യമല്ലാത്തതും അതുപോലെ തന്നെ കൃഷിയോഗ്യമല്ലാത്തതുമായ ഒരു പ്രദേശമാണ് ഇവിടെ എന്നാണ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വെള്ളം, അതുപോലെ തന്നെ ആശുപത്രി സംവിധാനങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഇവർ ഈ വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉദ്യോഗസ്ഥരോട് പലപ്പോഴും ഈ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇവർ ശാശ്വതമായ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്, അതായത് പത്തനംതിട്ടയിലെ കൊന്നിക്ക് സമീപമുള്ള ചെങ്ങറയിൽ നിന്നാണ് ഇവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉറ്റവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലഭിച്ച ഭൂമി കൃഷിയോഗ്യമല്ലാത്തത് കൊണ്ട് മറ്റിടങ്ങളിൽ ജോലി തേടി പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ 85 കുടുംബങ്ങൾ ഉണ്ടായിരുന്നിടത്തു നിന്ന് 26 കുടുംബങ്ങളിലേക്ക് എത്തി. ഇതിൽ പലരും ഇവിടെ ഇപ്പോൾ താമസമില്ല. ഈ ചെങ്കൽ ക്വാറികളിൽ പണിയെടുക്കുന്നവരാണ് ഇതിൽ പലരും. അതുകൊണ്ട് മറ്റ് ഈ പ്രദേശങ്ങളിൽ രാത്രി പണി കഴിഞ്ഞ് വന്ന് രാത്രി കിടക്കാൻ മാത്രം ഈ സ്ഥലവും വീടും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ലഭിച്ചിട്ടുള്ള ഇവർക്ക് പതിത്വം നൽകിയിട്ടുള്ള ഭൂമിക്ക് രേഖകളും ലഭിച്ചിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആക്ഷേപം ഉയരുന്നുണ്ട്. അതായത് ഒരു പാക്കേജ്, ആ പാക്കേജ് അപ്പാടെ തന്നെ താളം തെറ്റിയ ഒരു സ്ഥിതിയിലാണുള്ളത്. ഇനി എന്ത് ചെയ്യണമെന്നൊരു ആശങ്ക കൂടി ഈ നിവാസികൾക്കുണ്ട്. എന്തായാലും പ്രത്യക്ഷ സമര പരിപാടികളുമായി പലപ്പോഴും ഇവർ ഇറങ്ങിയതാണ്. പക്ഷെ ഇതൊന്നും ഗവനിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള 166 ഏക്കർ ഏറ്റെടുക്കുകയോ സർക്കാർ കൃത്യമായി ഏറ്റെടുക്കുക, അല്ലെങ്കിൽ മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കുകയോ ചെയ്യണമെന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ലഭിച്ചിരിക്കുന്ന, അതായത് ഇവർക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഭൂമി അളന്നു തിട്ടപ്പെടുത്തുകയും അതിന് രേഖകൾ നൽകുകയും ചെയ്യണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ഈ ഭൂമി ഇവർക്ക് ലഭിക്കാത്തത് കൊണ്ട് ഇത്തരത്തിൽ ലോൺ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വീട് പണിയുന്നതിന് ലോൺ പോലും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. ഈ ഭൂസമര പാക്കേജിന്റെ ഭാഗമായി മറ്റൊരു പ്രദേശത്ത് നിന്ന് ഇവിടെ എത്തിപ്പെട്ടത് കൊണ്ട് തന്നെ ഇവർക്ക് വലിയൊരു സാമൂഹിക പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇവർ പ്രത്യക്ഷ സമരങ്ങളുമായി വീണ്ടും മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അധികാരികളുടെ കണ്ണു തുറക്കുന്നത് വരെ, തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഇവർ സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിൽ പലപ്പോഴായി പരാതികൾ നൽകിയതാണ്. പക്ഷേ ഈ പരാതികൾക്കൊന്നും സർക്കാരോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളോ ചെവി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ചെങ്കറ ഭൂ പാക്കേജിലൂടെ ഗുണഭോക്താക്കളായവരുടെ തീരുമാനം. ശരി ജോസഫ്.